രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതിലെ വിശദീകരണത്തിൽ മലക്കം മറിഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി. ലൈംഗിക ആരോപണം നേരിടുന്ന ആൾ കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ എത്തിയത് അതൃപ്തിയും ആശങ്കയും ഉണ്ടാക്കുന്നത്. രാഹുൽ സ്വയം മാറി നിൽക്കണമായിരുന്നുവെന്നും ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ രാഹുലിനെ ശിക്ഷിക്കുകയോ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ലെന്നും ബോധപൂർവം ഒരാളെ ചവിട്ടിത്താഴ്ത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു രാവിലെ മന്ത്രി പറഞ്ഞത്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക CPM-ൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെ മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. വെച്ചാൽ ബോധപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ അവസരം എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സഭ എടുക്കുന്നില്ല. UDF എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, രാവിലെ ഈ വിഷയത്തിൽ മന്ത്രി പറഞ്ഞ പ്രതികരണം നമ്മളെല്ലാവരും കേട്ടതാണ്. എന്നാൽ അതിന് വിപരീതപരമായിട്ടാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയം ഗൗരവത്തോടെ കാണുന്നു എന്ന് പറയുമ്പോൾ മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലത്തിലാണോ മന്ത്രി ഇത്തരത്തിൽ മലക്കം മറിയാനുണ്ടായ സാഹചര്യം? പാലക്കാട് സ്കൂൾ ശാസ്ത്രമേളയുടെ പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ വി ശിവൻകുട്ടിയും മന്ത്രി എം ബി രാജേഷും ഒരേ വേദിയിലെത്തിയത്. വി ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തതിന് പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് രാവിലെ വി ശിവൻകുട്ടിയോട് ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോഴാണ് വി ശിവൻകുട്ടി പറഞ്ഞത്, അയാളെ ചവിട്ടിത്താഴ്ത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം വന്നതിന്റെ ഭാഗമായി ചവിട്ടിത്താഴ്ത്തേണ്ടതില്ലല്ലോ, ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളല്ല, ലൈംഗികാരോപണം ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളല്ല, അയാളുടെ മണ്ഡലത്തിലുള്ള പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള നിലപാടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത്. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. നേരത്തെ സ്കൂൾ ശാസ്ത്രമേളയുടെ ഈ പാലക്കാട് പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയത്. ആ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ഉള്ള നിലപാട് സ്വീകരിച്ച ഒരാളാണ് ഈ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇത് വലിയ വിവാദമാവുകയും പല കോണിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനം ശിവൻകുട്ടിക്കെതിരായി ഉയരുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പോൾ നിലപാട് മാറ്റി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ടത്. മന്ത്രി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം മാറി നിൽക്കുകയായിരുന്നു വേണ്ടത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു ലൈംഗികാതിക്രമം, ലൈംഗികമായ ആരോപണം നേരിട്ട ഒരു MLA പങ്കെടുത്തത് അത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആ ആശങ്ക മനസ്സിലാക്കുന്നു. വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിൽ വി ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള വിവാദമാണ്. ഇന്നലെ മുതൽ തന്നെ ചർച്ചയൊക്കെ ഉയർന്ന നിലയിൽ വലിയ തരത്തിലുള്ള വിമർശനം വി ശിവൻകുട്ടിക്കെതിരെ ഉയരുകയാണ് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ മന്ത്രി മാധ്യമപ്രവർത്തകർ നടത്തിയ പ്രതികരണം ഉൾപ്പെടെ പൂർണ്ണമായും മാറ്റിപ്പറഞ്ഞുകൊണ്ട് ഒരു മലക്കം മറിച്ചിൽ സ്വഭാവത്തിലേക്കുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ BJP നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നതിന് ഇടയിലാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ആശാവർക്കർമാരുടെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതിനു ശേഷം മാത്രമേ പങ്കെടുക്കുള്ളൂ എന്നുള്ള നിലപാടാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ആശാസമരവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്തത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായ വിയോജിപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് MLA എന്നുള്ള നിലയിൽ പാലക്കാട് ശാസ്ത്രമേളയുടെ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും MB രാജേഷും ആ പരിപാടിയിൽ ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്.